ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ പവർ. അതാണ് വുമൻസ് ഡേക്ക് ഇത്തവണ നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ്. വനിതാ ദിനം കടന്നു പോകുമ്പോൾ ഒരു വനിതാ ദിനം കൂടി നമ്മളുടെ മുൻപിലൂടെ കടന്നുപോയി. ഇതിലൂടെ നമ്മൾ എത്ര എംപവേർഡ് ആയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ വനിതാ ദിനവും ഓരോ അവയർനെസ് ആണ്. വനിതകൾക്കായി ഇത്തരം പ്രത്യേകം ദിനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നവരുമുണ്ട്, അല്ലേ? പക്ഷെ ഈ വനിതാ ദിനം കൊണ്ട് എന്താണ് സത്യത്തിൽ നമുക്ക് വേണ്ടത്? വനിതാ ദിനം നമുക്ക് ഒരു അവയർനെസ് തരുന്നു, നമ്മളെ ബോധവാന്മാരാക്കുന്നു. വനിതകൾക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആൻഡ് ദേ ഹാവ് ഈക്വൽ പവർ. ആൻഡ് വി നോ ഇന്റർനാഷണൽ വിമൻസ് ഡേ വാസ് ഓൺ മാർച്ച് 8th. ആക്ച്വലി ഇതൊരു ബോൾഡ് കോളാണ്. ഓരോ ഓരോ സ്ത്രീക്കുമുള്ള ഒരു കോളാണ്. അതുപോലെ ഓരോ പെൺകുട്ടിക്കുമുള്ള ഒരു കോളാണ്. എന്തിന്? നിങ്ങൾക്ക്, നമുക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ വി ഹാവ് ഈക്വൽ പവർ ഉണ്ട്. ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നെങ്കിലും എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോഴും, അല്ലേ? എങ്ങനെയാണ് നമുക്ക് സ്വയം ശാക്തീകരിക്കാനാകുക? വെറുതെ വീട്ടിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സ്വയം ശാക്തീകരിക്കപ്പെടുമോ? ഇല്ല, അല്ലേ? പുതിയതെന്തെങ്കിലും പഠിക്കണം. അപ്പോൾ നമ്മൾക്ക് പവർ വേണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എത്ര വീട്ടിലിരിക്കുന്ന ആളാ എന്ന് പറഞ്ഞാലും, എത്ര ചെറിയ പെൺകുട്ടിയാന്ന് പറഞ്ഞാലും പഠിക്കാൻ ശ്രമിക്കുക, അറിവുകൾ നേടാൻ ശ്രമിക്കുക. അറിവിലൂടെ മാത്രമാണ് നമുക്ക് ശക്തി വരുള്ളൂ. ദ പവർ വിൽ ഗെറ്റ് ഫ്രം ദ നോളേജ്. നമ്മൾ നോളജ് ഈസ് പവർ എന്നൊക്കെ പ്രോവർബ് പഠിച്ചിട്ടുണ്ടെങ്കിലും അത്രയും നോളജ് സ്വായത്തമാക്കാൻ നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മെനക്കെടില്ല. ഒരു ഏജ് വരെ എങ്ങനെയൊക്കെയോ പഠിക്കും, അല്ലേ? നമുക്ക് അറിവുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല ഉയർത്തി തന്നെ നിൽക്കാം. സോ ഡോണ്ട് സ്റ്റോപ്പ് ലേണിംഗ്. അത് നമ്മളെ എംപവേർഡ് ആവാനുള്ള ഒരേ ഒരു കീ ഫാക്ടറാണ് ലേണിംഗ് എന്നുള്ളത്. എപ്പോഴെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും. പഠിക്കുക, നല്ല ക്വാളിഫൈഡ് ആവാം. ഏതാണ്ട് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു അവയർനെസ് ഡേ, സ്ത്രീ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്, വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രത്തോളം ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ നേടി? കുറേയൊക്കെ, അല്ലേ? പക്ഷേ ഈ കുറേയൊക്കെ മതിയോ? ഇപ്രാവശ്യത്തെ വുമൻസ് ഡേയുടെ തീം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞു, ബട്ട് ഈസ് ദാറ്റ് വർക്കിംഗ് ഇൻ എ പ്രോപ്പർ വേ? നമ്മളുടെ ആ ആക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവിടെയാണ് ഒരു ചെക്ക് പോയിന്റ് വരേണ്ടത്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അതിൻ്റെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ പോക്കെങ്കിൽ, വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ആക്സിലറേറ്റ് ആക്ഷൻ. നമ്മൾ ആ ആ ഒരു ആക്ഷൻ്റെ ആക്സിലറേഷൻ കൂട്ടണം. നമ്മൾ ഈ ഒരു പേസിൽ ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ 5 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീക്ക് സമത്വം കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഈ കഴിഞ്ഞുപോയ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. എവിടുന്നായാലും ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ. ഒരു ഫാമിലിയിൽ നിന്നാകട്ടെ ഒരു സ്ത്രീക്ക് സമത്വം കിട്ടേണ്ടത്, അല്ലെങ്കിൽ അവൾ എംപവേർഡ് ആകേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓരോ പെൺകുട്ടിയും സ്ത്രീയും സമത്വം കിട്ടിയതല്ലേ, എംപവേർഡ് അല്ലേ എന്നുള്ളത്. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അമ്മയ്ക്ക്, പെങ്ങൾക്ക്, ഭാര്യയ്ക്ക്, മകൾക്ക് നിങ്ങൾ എത്ര സ്ഥാനമാണ് കൊടുക്കുന്നത് എന്ന്. ഓരോ ഘടകവും ഓരോരുത്തരെയും എടുത്ത് നോക്കുക. ഇത് കേൾക്കുന്ന സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ റീതിങ്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ ഒരു അവസരം കൂടിയാണ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്നത്. പലപ്പോഴും മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചടുലമായിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് സ്ത്രീകളാകാം. അപ്പോൾ പല കോൺഫ്ലിക്റ്റുകൾക്കും അവർ തന്നെയാണ് കാരണം എന്ന് പറയും. ചിലപ്പോഴൊക്കെ പലരും അവളെ മനസ്സിലാക്കാണ്ട് പോവുകയും ചെയ്യും, അല്ലേ? അപ്പോൾ എല്ലാത്തിനും കാരണം സ്ത്രീയാ എന്ന് പറയാൻ പറ്റില്ല. പല സ്ഥലത്തും പല സിറ്റുവേഷൻസിലും പല നിമിഷങ്ങളിൽ പോലും അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ബേസിക് സ്ട്രക്ചറാണ് ഫാമിലി എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഫാമിലിയിൽ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും നമ്മളൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് നമുക്കറിയാം, ഒരു ഡോട്ടർ ഇൻ ലോ കയറി വരുന്നു. അവിടെ അവിടെ തുടങ്ങുന്നു അവൾ ഫേസ് ചെയ്യേണ്ട ചലഞ്ചസ്. എളുപ്പമല്ല ഒരു ഫാമിലിയിൽ നിന്ന് പോകാൻ എന്നവൾ മനസ്സിലാക്കുന്നു. അവൾ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും അവളുടെ ഫാമിലിയോട് പറയുന്നു, ഫ്രണ്ട്സിനോട് പറയുന്നു. പക്ഷെ അവിടെ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്? ആറ്റിറ്റ്യൂഡ്. ആരുടെ ആറ്റിറ്റ്യൂഡ്? ആ വന്നു കയറിയ വീട്ടിലത്തെ
ഫാമിലി മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഒരല്പം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി തന്നെ നേരെയായി എന്നുള്ളതാണ്. കൂടുതൽ പ്രഷർ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെയും ഒരു വുമൺ എംപവർമെൻ്റ് ഉണ്ടെങ്കിൽ, അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, അവൾ നല്ല വിദ്യാഭ്യാസം നേടിയവളാണെങ്കിൽ ഷീ ക്യാൻ ഈസിലി മൂവ് ഔട്ട് ടു മേക്ക് ഓൺ ഹെർ ഓൺ പ്ലേസ്, ഹെർ ഓൺ സ്പേസ്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എല്ലാ സമാധാനമായി പോകുമ്പോൾ നമുക്കൊരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ പെട്ടെന്നൊന്നും ആക്ഷൻ എടുക്കരുത്. അപ്പോൾ പാഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം. ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇറ്റ് വിൽ ക്രിയേറ്റ് യുവർ ഹാപ്പിനെസ്. ഡബിൾ ഹാപ്പിനെസ് ആണ് നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ. ഞാൻ ഇഷ്ടം പോലെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ലേഡീസ് വീഡിയോ ഉണ്ടാക്കിയിടുന്നതും അവിടെ ഡാൻസ് ചെയ്യുന്നതും അങ്ങനെ അങ്ങനെ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പാഷൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, നമ്മുടെ ഹാപ്പിനെസ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ നമ്മളായിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ ചേഞ്ച് ചെയ്തില്ലേ, ഇനിയെങ്കിലും ഈ ഇൻ്റർനാഷണൽ വുമൻസ് ഡേക്കെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലേ? ഇനി ഇന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഫ്, നിങ്ങളുടെ സ്മൈൽ, നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു മീറ്റർ എടുക്കുക. എനിക്ക് ഇന്ന് എന്താണ്, മാർച്ച് 8 കഴിഞ്ഞു, ഓക്കെ നാളെ ആയിക്കോട്ടെ, മാർച്ച് 11 ആയിക്കോട്ടെ, അങ്ങനെ വിചാരിക്കും. ഇന്ന് എന്താണ് എന്നെ മോസ്റ്റ്ലി ഹാപ്പി ആക്കുന്നത്, എനിക്ക് ഇന്ന് എന്ത് കഴിച്ചാലാണ് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ഐസ്ക്രീം ആവാം, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് എടുക്കലാവാം, ചുരിദാറോ സാരിയോ വാട്ട് എവർ യു വാണ്ട്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈമെങ്കിലും അത് എടുക്കാൻ ശ്രമിക്കുക. വൺസ് ഇൻ എ മന്ത് എടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യുക. സോ ലിവ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങൾക്കായി ജീവിക്കുക, ബോൾഡായി ജീവിക്കുക. ഹാപ്പി വുമൻസ് ഡേ ടു എവ്രി വൺ. ഇനി എന്നെ കേൾക്കുന്ന ബാക്കി എല്ലാവരോടും, എല്ലാ സ്ത്രീകളും സന്തോഷവതികളായിരിക്കട്ടെ. എല്ലാ പെൺകുട്ടികളും അവർക്കായി ഒരിടം അവരുടെ വീട്ടിലുണ്ടാകട്ടെ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.